ഗുഡ് മോർണിംഗ്. ഇതാ രാവിലെ സമയം 6 മണി. ചെറിയ ലൈറ്റ് മഴ, നല്ല കോടയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു നല്ല ബ്ലേഡ് മഴ. ഇന്നലെ രാത്രി പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അവിടെ ഒരു ചർച്ചുണ്ട്, അവിടെ ഒരു അമ്പലമുണ്ട്, 2 അമ്പലമുണ്ട്. ഇതാണ് പഞ്ചായത്ത് ഓഫീസ്. ഇതിങ്ങനെ നല്ല ചെറിയ വെയിലൊക്കെ വന്നപ്പോൾ നല്ല ഒരു ആംബിയൻസ്. എല്ലാവരും കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ത് റെഡിയായോ? സെറ്റായില്ലേ? തണുപ്പുണ്ടല്ലേ? നല്ല ഓക്കെ. രാവിലെ നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പൂരിയും ദോശയും. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഓ സുഷി സുന്ദരനാവാണ്. വിരൂപനാട്ടെ. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ ഒക്കെ? നല്ല അടിപൊളി, നല്ല അടിപൊളി തണുപ്പായതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി. ആ ഉറക്കമാണ് ഇത് ഇന്നത്തെ മെയിൻ. ഇതൊരു കോയിൻ ബോക്സ് ഉണ്ട് കേട്ടോ, പക്ഷെ ഫോൺ വിളിക്കാനൊന്നും പറ്റൂല. നൊസ്റ്റാൾജി ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. മദ്യപാന്മാർക്കുള്ള ഏരിയ. നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് കള്ളു കുടിച്ച ആൾക്കാരുടെ കുപ്പികളൊക്കെയാണ് തോന്നിയത്. ക്യാമ്പ് ഫയർ സ്പേസ്. നമ്മൾ ഇന്നലെ പിന്നെ മഴയായതുകൊണ്ട് ക്യാമ്പ് ഫയറിൻ്റെ വേണ്ടാന്ന് വെച്ചു. രണ്ടാളും മഞ്ഞാന്നല്ലോ. ഇന്ന് ഹൽദി പരിപാടിക്കാരെ പോകാനുണ്ടാ? ഹൽദി പരിപാടിക്ക് പോകാനുണ്ട്, അതുകൊണ്ട് ഇന്ന് മഞ്ഞായി. സെയിം കളർ മഞ്ഞ. വേറെ ആർക്കും മഞ്ഞയുണ്ടാ? എന്തേ നിനക്ക് മഞ്ഞയുണ്ടാ? ഒരു മഞ്ഞ ഇട്ടൂടെ? മഞ്ഞ വാങ്ങിയാലോ? മല കിട്ടുന്നുണ്ട്. പോകുമ്പോൾ ഇതൊക്കെ എടുത്തിട്ടാണ് പോവാറ്. ഇവിടെ ഇപ്പം ടെമ്പറേച്ചർ 20.7. ഇവിടുത്തെ ഈ സൈലൻസ് ആണ് ഭയങ്കര രസം. പക്ഷേ ഈ അമ്പലത്തിൽ പാട്ട് വെക്കും. ഇതേപോലെ റിസോർട്ടിലുള്ള ആൾക്കാരൊക്കെ പാട്ട് വെക്കുമ്പോഴുള്ള ഡിസ്റ്റർബൻസ് അല്ലാതെ വേറെ ഒരു ഹോണടിയുടെ ശബ്ദം പോലും കേൾക്കില്ല നമ്മളിവിടെ. നല്ല രസമാണ് സൈലൻസ്. സുഷി മഞ്ഞൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് കോപ്പ അമേരിക്കയില് ബ്രസീൽ പുറത്തായല്ലോ. എന്താ കാണുന്ന ഇങ്ങനെ സങ്കടത്തോടെ? എത്ര ഗോളാ? 4-3. നോക്കിയേ എന്തൊരു സങ്കടം. മഞ്ഞ കുപ്പായിക്കിട്ട് മഞ്ഞ മാറ്റേണ്ടി വരുമോ? അപ്പൊ നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. സമയം ഇപ്പം എത്രയായി? 11:15. അപ്പൊ ഇതാണ് നമ്മളെ ബൈജുവേട്ടന്റെ നമ്പർ നമ്മൾ തരാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നമ്പർ. അപ്പം ബൈജുവേട്ടനെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ പേരും പറഞ്ഞിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും തരും. അല്ല നമ്മൾ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെ അപ്പൊ അല്ലോ ഓക്കെ അല്ലേ? നമ്മളതെല്ലാം ഇവിടുത്തെ സെറ്റിൽ ചെയ്തില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് നടക്കാനുണ്ട്, അത് മാത്രമാണ് ടാസ്ക്. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഈ ഒരു കയറ്റാണ്. ഡെയിലി 2 നേരം ഇത് കയറി ഇറങ്ങിയാൽ നമ്മളെ സെറ്റായി. കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ വണ്ടി കയറാൻ 4 വീൽ ഡ്രൈവ് കയറും എന്തായാലും, അല്ലാതെ. പക്ഷെ ഇന്നോവ കയറ്റിയിട്ടുണ്ടടാ. ഇന്നോവ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൽ ഇന്നോവ പാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇതാണ് ആ സ്റ്റീപ്പായിട്ടുള്ള കയറ്റം. പെട്ടെന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി. ആനന്ദ് അവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഡ്രൈവർ മൈക്കിൾ ഷുമാക്കറിനെ പോലെ പറക്കുകയാണ് പൊന്നളിയൻ. ടൗണ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ മൊത്തത്തില്. വണ്ടി കയറി വരുന്നുണ്ട്, കുറച്ച് മുന്നോട്ട് പോട്ടെ. നീളവും വീതി മനസ്സിലായില്ലേ? ആ അപ്പൊ പിന്നെ ഇനി ഇവരൊന്നും നോക്കാനില്ല. ഇതാണ് റേഷൻ പീടിക, പൊതുവിതരണ കേന്ദ്രം. കൃഷിപ്പണിക്ക് പോകുന്ന അമ്മമ്മ. സൺഡേ എന്താ കൃഷിപ്പണിക്കെല്ലാം? സൺഡേ ഒക്കെ ലീവ് ഒന്നുമില്ല. ഇതാണ് വട്ടവട, GHSS വട്ടവട, നമ്മളെ ആനന്ദിന്റെ ഇതിൽ പെടുന്ന വിഭാഗം. ഈ കാണുന്നതാണ് നമ്മുടെ അഭിമന്യുവിന്റെ വീട്. അതന്നെ നമ്മള് വേറൊരു റൂം ആദ്യം ബുക്ക് ചെയ്യാന്ന് വിചാരിച്ച റൂമില്ലേ, അവിടെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വണ്ടിയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. അതായത് ഗണേശ് അണ്ണനില്ലേ, ഗണേശ് അണ്ണന്റെ കസിന മറ്റാണ് അഭിമന്യുവിന്റെ അമ്മ. ഇതാണ് ആ പുതിയ വീട്. മറ്റേ വാഗമൺ അല്ലടാ, ഇവിടെ ഒരു ഗണേശ് അണ്ണനുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ അഭിമന്യുവിന്റെ സ്തൂപം. സഖാബ് അഭിമന്യു 2018 ജൂലൈ 2 എറണാകുളം മഹാരാജ് കോളേജിൽ വെച്ച് SDPI ക്യാമ്പസ് ഫ്രണ്ട് വർഗീയതവാദികളുടെ കൊലക്കത്തിക്ക് ഇരയായി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. அப்பா அம்மா அவங்களுக்கு எது சொந்த முதல்ல கிறிஸ்தவ செய்யறதில்ல. இப்போ அவங்க பாட்டுக்கு அந்த அவங்க அச்சன் கொஞ்சம் காலில் விழுந்து கொஞ்சம் வீட்டிலே இருக்காப்புல. அவன் அம்மச்சி இருக்கு, இவன் சேட்டாவும் இருக்கான். மூணாத்துல ஏதோ பேங்க்ல இருக்கான் பணி. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം കേട്ടോ പയ്യനെ കുറിച്ച്. നല്ലൊരു പാവമോൻ. വർഗീയത തുലയട്ടെ. നേരെ പോവാം. നേരെ ഉണ്ട് റിസോർട്ടിലേക്കുള്ള വഴിയാ. എന്താ ഭംഗിയല്ലേ. ഇതാണ് എന്താണ് നമ്മുടെ സ്ഥലത്തിന് കുട്ടിക്കമ്പ്. അവിടെയൊക്കെ കൃഷിത്തോട്ടങ്ങളാ. ഇങ്ങോട്ട് ഇവിടെയൊക്കെ വെജിറ്റബിൾസ് അമ്പ്. അവിടെ വീതിയുണ്ട്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്, ടാക്സി സ്റ്റാൻഡ്. നമുക്ക് ശരിക്കും നേരെ പോയിട്ട് അവിടുന്ന് ഗ്യാപ്പ് റോഡ് കാണുന്നില്ല അല്ലേ? അല്ലേ, മൂന്നാർ പിടിച്ചിട്ട്. കാരണം ബാക്കി ചിലപ്പോ നമ്മള് കുറെ
വേണ്ടടാ ഫസ്റ്റ് ഓടിക്കുമ്പോ ഫുൾ ആക്സിലേറ്റർ ഫസ്റ്റ് ഓടിക്കുമ്പോ ഇത്രയും ടഫ് മുത്തിനൊന്നും കൊടുത്തിട്ടില്ല. 2-3 കിലോമീറ്റർ ആയില്ലേ ക്ലച്ചെല്ലാം പിടുത്തം മനസ്സിലായില്ലേ? ആ അപ്പൊ അത്രേ ഉള്ളൂ. ഡ്രൈവിംഗ് കാണാൻ വേണ്ടി പോകും. ബനെ നമ്മളിത് ഒടിയും തോന്നും, പക്ഷെ ഒടിയില്ല. നമ്മൾ അത് കുറച്ചും കൂടെ മുന്നോട്ട് കാണണമെന്നേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ല പോവാൻ തോന്നില്ല കേട്ടാ. ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ചുമ്മാ 2 days ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് ആളില്ലെങ്കിലും നമ്മളെ എന്താ പറയാ ഒരു മൈൻഡ് ഡിസ്റ്റർബ് ആകാൻ വേണ്ടി ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. നീ ഒറ്റക്ക് വരണ്ട, നമ്മളും വരാം. എല്ലാരും മാറി മാറി ഇവിടെ നിന്ന് ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. ഇവിടെ നിന്ന് കയറാൻ നമ്മളെ ഡ്രൈവർ ജലജ ചേച്ചിനെയും മുത്തുവിനെയും മനസ്സിൽ വിചാരിച്ചിട്ട് കോ ഡ്രൈവറെയും മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് എടുക്കുക. ടൗണിലെ കൂടി ഉള്ള ഈ ഒരു യാത്രയാണ് കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴികളും തിരക്കും. ആ റൂട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഗ്യാപ്പ് റോഡ് പിടിക്കുകയാണ്. നമുക്ക് പോകേണ്ട വഴി വീട്ടിൽ പോകേണ്ട വഴി റോഡ് ചിന്നക്കനാല് നല്ല വൈബായിരിക്കും. ആ ഓട വരുന്ന സ്ഥലം. ആ അവിടെ നമുക്കൊരു 1/2 മണിക്കൂർ വെറുതെ ഇരിക്കാം. വട്ടവടയിൽ നിന്ന് നമ്മളങ്ങനെ താഴോട്ടേക്ക് എന്നാണ് സ്ട്രോബെറി വാങ്ങിയാൽ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയാലും നാട്ടിലെത്തുമ്പോഴത്തേക്ക് മോശമാവുന്നല്ലേ പറഞ്ഞ റിസോർട്ടിൽ. ആ മലയിൽ തീ കത്തുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഞാൻ പറയാം, സ്റ്റിയറിംഗ് തൊട, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, വേറെ ഒന്നുമില്ല. മലയിൽ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. തീ കത്തിച്ചതാണോ? നല്ല വളർന്നാത്ത ഓട്ടോ അടിച്ചാൽ സുശീന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ വേണം നമ്മള് സുശീന്റെ വണ്ടി ഓടിക്കാൻ. നമുക്ക് ഒരു വട്ടവട കിട്ടിയില്ലടോ. ഈറ്റിംഗ് വട്ടവട അറ്റ് വട്ടവട എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് അത് ചെയ്യാം അല്ലേ? അല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പ് കാണുമ്പോ അവിടെ വട്ടവട കിട്ടുമെന്ന് നോക്കണം. അവിടെ പാമ്പാട് ഷോടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. എന്തെങ്കിലും കാട്ടിരുമ്പോ കുറച്ച് പാലുണ്ടാവും. എന്തിനാ പാല്? അല്ല, ഫ്ലെമിംഗോസ് മറ്റേ ഒരു ടൈപ്പ് മറ്റേ കൊക്കനെ പോലത്തെ വലിയ പക്ഷികളില്ലേ? വിദേശ ഇനം പക്ഷി. നമ്മളെ മറ്റേ എന്താ മൃഗമുണ്ട്, നമ്മള് ഫസ്റ്റ് എത്തട്ടെ. വിദേശ ഇനം പക്ഷി കഥ എവിടുന്നായിരുന്നടാ? ആ അത് നോക്കൂ, വിദേശ ഇനം പക്ഷികൾ. ഇപ്പൊ എല്ലാരും ജലജേച്ചിയാണ് നമ്മളെ റോൾ മോഡൽ. ഹിന്ദിക്കാർ മൊത്തം ലോറി നടന്നിട്ട് ഫോട്ടോ എടുക്കണം. നമുക്ക് അടുത്ത പ്രാവശ്യം മലക്ക് പോയിട്ട് വരുമ്പോ അവിടെ കയറിയാലോ? 1/2 മണിയെല്ലാം കൊണ്ട് കൊടുത്തിട്ട് അച്ചമ്മക്ക്. എടാ സുശി, നമ്മള് കാട് കാണാൻ ഇറങ്ങുക. ആനേനെയും മൃഗത്തിനെയും കാണാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങരുത്. ആ അപ്പൊ കാട് നമുക്ക് കാണിച്ചു തരും. അല്ലാതെ റോഡിലേക്ക് ഇറങ്ങുമ്പോ തന്നെ നമുക്ക് ആനേനെ കാണണം.
ഇവിടെ നിർത്തിയിട്ട് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമോ? ഇവിടെ ഉണ്ടല്ലോ വാർഡൻ. നല്ല രസമുള്ള ഇതായിരുന്നു, നല്ല സ്ട്രെച്ചാണ്. വട്ടവടയിലേക്ക് പോകുന്ന പാമ്പാടും ഷോല അവിടേക്കുള്ള ചെക്ക് പോസ്റ്റ്. ഒരുപാട് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. KSRTC ഉല്ലാസയാത്ര വണ്ടി ഫുൾ സീറ്റ് ആളുണ്ടല്ലേ? ഞായറാഴ്ച അല്ലടാ, നമ്മളിപ്പോ ഒരു 10 ആളെ ഉള്ളെങ്കിൽ വണ്ടി എടുക്കൂല, ക്യാൻസൽ ആക്കും. അങ്ങനെയുണ്ടല്ലേ? ഓഫ് ഡേയ്സിലെല്ലാം ഇതാണ് LBS. ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുത്തിട്ടില്ലേ? എനിക്ക് ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, അന്നേരം കയറാൻ പോകുമ്പോ ലൈറ്റ് അടിച്ചു. 1000 രൂപ മാറ്റി ഇവിടെ അപ്പുറത്തെ ചിന്നക്കനാല് കിട്ടും കേട്ടാ. ഗ്യാപ് റോഡ് ഇപ്പൊ വലുതായി അവിടെ കിട്ടും. പക്ഷെ കോഫി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി വെച്ചു. എനിക്കിതുപോലെ പെട്ടെന്ന് അനു എല്ലാരും ഉണ്ട്, കുട്ടികളിലായിട്ടാ, അതുപോലെ അച്ഛനമ്മയിലെ. അപ്പൊ ഞാൻ വെച്ച് നൂഡിൽസ് ചേട്ടാ ഇത് കഴുകാൻ പറ്റുമോ? പാത്രം അത് ഡ്രൈ ആയിട്ട് കഴുകിയ ടേസ്റ്റ് പോകും. ഞാൻ വെറുതെ ഇത് കഴുകണേ, അവന് കഴുകിയ ടേസ്റ്റ് പോകും. അതിനകത്ത് തന്നെ ഉണ്ട് ഒരു 2 നൂഡിൽസ് പറ്റി പിടിച്ചിട്ട്. എന്താ പച്ചപ്പ്! നമുക്ക് ഇവിടെ ഏതെങ്കിലും നല്ല ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഒന്ന് നിർത്തിയാൽ നല്ല പച്ചപ്പ്. അല്ല ഇത് പോയി, അത് കാട്ടിലേക്ക് കയറി, അല്ല ആ വൈബ് പോയി. വൃത്തിയില്ല. ഇത് ഫോട്ടോ പോയിന്റ് ആണ്. ഒരു ഫോട്ടോ എടുത്താലോ? നിങ്ങൾ പറയണേ കറക്റ്റ്, എനിക്ക് മനസ്സിലായി. എത്ര പേർത്തന്നെ കൺഫ്യൂഷൻ. പിന്നെ കൊറേ സ്വന്തം ഇഷ്ടത്തിന് പറയൂ. ഒരു 50 രൂപയിൽ ഉണ്ടാവില്ല ഫോട്ടോ എടുക്കാം. 100 രൂപ കോപ്പിക്ക് വേറെ പൈസ കൊടുക്കണം, അങ്ങനത്തെ പരിപാടിയല്ലേ? ജോഗ് ഫാൾസിൽ പോയ സമയത്ത് ഇവനും പിന്നെ കിഷോറും ഫോട്ടോ എടുത്തിട്ട് ഞാനും സുശി പുച്ഛിച്ചളക്കി. പിന്നെ ഫോട്ടോ കാണുമ്പോ മോനെ ഇതന്നെ. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ആദ്യം ഐഫോൺ ഉണ്ടായത് സുശിക്കാതെ 6S അല്ലേ? 4S. അത് നിന്റെ ഫസ്റ്റ് ലവ് വാങ്ങി തന്നെയല്ലേ? തിരിച്ചങ്ങിട്ടേ വന്നിട്ടില്ലേ? ബീട്രൂട്ട് വേണ്ട എനിക്ക്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്ന പറഞ്ഞ പോലെ ഒരു വിത്തൗട്ട് ചായ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് കുടിക്കാൻ നല്ല വൈബാണ് കേട്ടോ. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പാർട്ടിയൊക്കെ. BJP ഉണ്ട്, CPIM ഉണ്ട്, ഇപ്പം കോൺഗ്രസ് ഉണ്ട്, ഇവിടെ ഗണപതിയുണ്ട്. മാട്ടുപ്പെട്ടി ഡാമില് ഇല്ല, അത് വേറെ എന്തോ ഇത് വാങ്ങുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് മഴ പെയ്യല് കുറവാന്ന് തോന്നുന്നു. നാട്ടിലെ ഇതുപോലെ അത്ര മഴ പെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം ഡാമിലൊന്നും വെള്ളമില്ല. കണ്ടിട്ടില്ല. എന്നല്ല ഓട്ടക്കാരനെ കണ്ടേ. ഇപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിലെത്തി. ടൗണിൽ തിരക്കുണ്ടല്ലേ? വലിയ തിരക്കില്ല. എന്നാലും നമ്മളിനിയിപ്പോ നമ്മൾ എങ്ങോട്ടേക്ക് വന്ന് ഗ്യാപ് റോഡിലേക്ക്. അടിമാലി എത്തൂലേ നമ്മള്? അടിമാലി എത്തൂല. നേര്യമംഗലം. ഓക്കെ.
കണ്ട കടകളൊക്കെ ക്ലോസ് ആണ്. ഇവിടെ എല്ലാം ഇങ്ങനെ സാധനങ്ങളൊക്കെ ഓഫ് സീസൺ തന്നെയാണ്. നമ്മളിപ്പോ തിരക്കില്ലാണ്ടല്ലോ ബാക്കിൽ അങ്ങനെ സ്ഥിരം കുത്തി ഒരു വണ്ടി ഇല്ലല്ലോ. ഇല്ല ഇതിലും ഇല്ല. അതായത് കൊച്ചി 126, ദേവികുളം 8, തേക്കടി മധുര 125. ഇതൊക്കെ വേസ്റ്റ് കൊണ്ട് തന്നെ കുപ്പി പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് തന്നെ. പൂപ്പാറ 32, തേനി 83, കുമളി. നമ്മളൊരു പ്രളയത്തിന്റെ സമയത്തേക്ക് വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ സുശി? പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഒന്നുമില്ല, പ്രളയത്തിന്റെ സാധനങ്ങളുമായിട്ട് മൂന്നാറിനെ രക്ഷിക്കാൻ. 2018 അല്ലേ സഞ്ചാരി കണ്ണൂർ യൂണിറ്റ്. അങ്ങനെ ഗ്യാപ്പ് റോഡിൽ സിഗ്നൽ പോയിന്റിൽ വന്നിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ട് നല്ല തണുപ്പുണ്ട്, നല്ല വൈബ്. പുറകിൽ ഫുൾ കോടയാണ്, നല്ല തണുപ്പുണ്ട്. സിഗ്നൽ പോയിന്റ് എന്നാ യാ ഓഫ് കോഴ്സ്. കോട ഇങ്ങനെ ഒഴുകി വരിക. നമ്മളെ ബൊലേറോ സുഷീന്റെ സെൽഫി. ഗ്യാപ്പ് റോഡിൽ നമുക്ക് നല്ല കോട ഫീൽ ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഫീൽ ഉണ്ടെങ്കിൽ അവിടെ നിർത്തണം. ഈ തണുപ്പത്ത് എവിടെന്നെങ്കിലും കഴിക്കാൻ വരണം. ഇവിടുന്ന് ധനുഷ്കോടി 357 കിലോമീറ്റർ ഏട്ടാ. ഇതല്ലേ എടാ സുശി, കണ്ണൂരിന്ന് ഇങ്ങോട്ടെല്ലാം വന്നിട്ട് വണ്ടിയിലിരിക്കുന്നു 2 എണ്ണം. ആ എന്നാ വാട ഒന്ന് ഇറങ്ങി നടക്കാം, നമുക്ക് സ്ഥലമെല്ലാം ഒന്ന് കണ്ടിട്ട് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് നടക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അവരില്ല, ഞാൻ വരുന്നില്ല, ഞാൻ നമ്മളെ വണ്ടിയിലിരുന്നു. ആ അത് നിന്റെ ജാക്കറ്റാ അല്ല സന്ദീപ് ഇട്ടിട്ടുള്ളത്? ഓ അങ്ങനെയാ. തണുപ്പുള്ള തന്നിട്ട് അമിത ഉപയോഗം കാരണം ഡ്രൈവറെ സെക്കൻഡ് ഗിയർ
കാടക്കോട് ഉണ്ടാവില്ല. താഴെ ഉണ്ടെങ്കിൽ റിസോർട്ടുകളിൽ ഇങ്ങോട്ടാ പുത്തനെയും ഇറക്കവും അതെടുത്തേ. വ്യൂ പോയിന്റ് കേട്ടാ. ചിന്നക്കനാല് വ്യൂ പോയിന്റ് ഇല്ലേ, അന്ന് ഫുൾ കടയും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് മാറ്റി. അത് ബസ് സ്റ്റോപ്പ് ഷാർട്ടാണോ? വണ്ടി ഇല്ലല്ലേ, വണ്ടി കുറവാണ്. ഒറ്റ പോലെ എന്റെ അമ്മ. ഞാൻ മറ്റേ പൂപ്പാറാന്ന് പറഞ്ഞപ്പോ മറ്റേ മൈൻഡിൽ അതാ വഴിയായിരുന്നു. വളവെങ്കിലൊന്നുമില്ല, ഇത് നമ്മളെവിടെ എത്താന്നറിയാ? ചുറ്റുമാണ്. ഇത് അടിമാലി അല്ലേ എത്താ നമ്മള്? അടിമാലി മറ്റേ അടിമാലി കാണിക്കും. അടിമാലി വഴി പോയാൽ നമ്മൾ ഇത്രയും അമ്മേനെ നഷ്ടം, നമുക്ക് വീണ്ടും ബ്ലോക്ക് പഠിക്കും. ചെവിക്കെന്തോ ഒരടവ് സംഭവിച്ചു. വൻകോടയാണ്. അഡ്വഞ്ചർ ആയിട്ടുള്ള റോഡ് അല്ലേ? എയർപിൻ വെന്നും കാറ്റും മഴ പിടിച്ച പോലെ മൊത്തം ഇരുട്ടായിട്ടല്ലേ? നല്ല ചക്കയാണ് കേട്ടോ ഇവിടെ മൊത്തം. ചക്കന്റെ നല്ല സ്മെല്ലും ഉണ്ട്. ചക്കക്കൊമ്പൻ ഈ നാട്ടുകാരനല്ലല്ലോ. ഇത് ചിന്നക്കനാലെത്തൂലേ? ആ, ചിന്നക്കനാല് കഴിഞ്ഞു. നമ്മൾ ആനച്ചാലിലേക്ക് എത്തും അല്ലേ? ആനച്ചാല് മറ്റേ നമ്മള് തിരിച്ചാ മൂന്നാറ് കയറുമെന്ന് എനിക്ക് ഡൗട്ട്. ആനച്ചാലിന് അടിമാലി പോകണം. ചെറിയ ലൈറ്റ് വെയിലും കോടയും കയറി തുടങ്ങി. ആൾക്കാരുടെ നോക്കി ഒറ്റ വണ്ടിയിൽ ഇങ്ങോട്ട് പോകുന്നു. രാത്രിയിൽ വന്ന് തനിച്ചൊക്കെ അവിടെ റോഡ് പണിയെടുക്കുന്നതൊക്കെ കണ്ടിരുന്നു. വല്ല ബ്ലോക്കാൻ പറ്റാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയില്ല. ശരിയാണല്ലേ, നല്ല ഇറക്കല്ലേ? ഒരു മല കുത്തലുള്ള ഞാൻ ഉറങ്ങുമ്പോ ഇറക്കൊക്കെ എടുത്തിട്ടാ കുറച്ചൊക്കെ. ഈ റോഡിലൂടെ പോയാൽ നിങ്ങൾ ഞെട്ടും. ഇത് നോക്ക്. ആനച്ചാൽ റൈറ്റ് തന്നെ ഉണ്ട്. ആനച്ചാലിലെ ഇവിടെ ഹോട്ടൽ ഉണ്ടാവും കേട്ടാ. ഹോട്ടൽ ക്ലോസ്. ഇന്ന് ഞായറാഴ്ച ഇല്ല. പക്ഷെ വെറൈറ്റി വഴിയുണ്ട്, വെറൈറ്റി വഴിയുണ്ട്. ഇന്ന് കുട്ടിക്കൊമ്പൂര് കണ്ട്. അവരങ്ങനെ തന്നെയാണ് ഇരിക്കുക. ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? എല്ലാം പോയി. കുപ്പംപാലത്താണ്ട് പോയിട്ട് എടുക്കാം.
സുശി അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്ട്രെച്ച് യാത്ര കഴിഞ്ഞു. കൊച്ചിയിൽ തിരിച്ചെത്തിയല്ലേ. ഇനി കൊച്ചി ടു കണ്ണൂര്. വണ്ടി എടുത്തോ. അളിയനെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് ഭക്ഷണവും കഴിച്ച് അളിയൻ അപ്പൊ ടാറ്റ പറഞ്ഞ് പോവാണ് നമ്മള്. ഓക്കെ ബൈ. ഇപ്പം കൊച്ചിയുടെ തിരക്കിലെത്തി നമ്മള്. വൈസൻ വാലിക്ക് ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണ് ചാർജ് ചെയ്ത് ഓഫായി പോയി. പിന്നെ ഇവിടെ ഫ്ലാറ്റിലെത്തിയിട്ട് ആണ് പിന്നെ ചാർജ് ചെയ്തത്. വണ്ടിയിലെ ചാർജറിന് ചെറിയ പ്രശ്നം. അത് പുതിയൊന്ന് വാങ്ങാൻ നോക്കിയിട്ടും അത് സെറ്റാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ലൂസ് കോണ്ടാക്റ്റ് ആണെന്നിട്ടാണ് ഉള്ളിൽ പ്രശ്നം. അപ്പോൾ നമ്മളിനി കണ്ണൂരേക്ക്. ടോള് അങ്ങനെ നമ്മളെ ഫസ്റ്റ് ടോൾ, ഈ ട്രിപ്പിലെ ഫസ്റ്റ് ടോൾ വെട്ടിച്ച് വന്നു. ടോൾ വെട്ടിച്ചിട്ടല്ല, വേറെ വഴി വന്നു. പിന്നെ തിരക്കില്ല അല്ലേ. നമുക്കെപ്പോ നമ്മളെ വയലട് നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കാണല്ലേ മഴ.